ഹലോ എവരി വോൺ വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും മക്കളെ എജ്യൂപോർട്ടിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ +1 മോഡൽ എക്സാം ഈ പടിവാതിൽക്കലെത്തി അല്ലേ. അതിൽ ഹിസ്റ്ററിയിൽ എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. മാപ്പ് അഥവാ ഭൂപടം. ആ ഭൂപടത്തിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യാൻ വരിക അല്ലേ? ശ്രദ്ധിക്കണം, നമ്മൾ മാപ്പ് അഥവാ ഭൂപടമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭൂപടത്തിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യാൻ വരിക നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഏകദേശം 4 മുതൽ 6 മാർക്കിന് വരെയാണ് എന്ത് ചെയ്യുക, മാപ്പ് മാർക്കിങ് അഥവാ നിങ്ങൾക്ക് ഒരു ഭൂപടം തരും. ഭൂപടം നമ്മൾ +1 വേൾഡ് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിലുള്ള ഈ ചില സ്ഥലങ്ങൾ ലോക മാപ്പാണെങ്കിൽ വേൾഡ് മാപ്പാണ് തരിക. വേൾഡ് മാപ്പിൽ ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളോട് അടയാളപ്പെടുത്താൻ പറയാനായിട്ട് ചെയ്യുക. അപ്പോൾ അത് പഠിച്ചു വെക്കണേ, മാപ്പ് അഥവാ ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം, നമ്മൾ ഏത് സിവിലൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഏത് സംസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഏതാടാ? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലേ. ആ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ 2 കാര്യങ്ങളാണ് നിങ്ങളോട് മാപ്പിൽ മാർക്ക് ചെയ്യാൻ പറയുക. ഒന്ന് ഇറാഖ്. ശ്രദ്ധിക്കണം, എന്താണ് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഏത് രാജ്യത്തായിരുന്നു? ഇറാഖിലായിരുന്നു. ഇവിടെയാണ് എന്ത് വരുന്നത്, ഇറാഖിൻ്റെ പൊസിഷൻ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഇത് വരുന്നത്, ഇറാഖിൻ്റെ പൊസിഷൻ വരുന്നത്. അടുത്തത് മെഡിറ്ററേനിയൻ സീ. ഒരുപാട് ഇത് ചാപ്റ്റർ 2 നമ്മുടെ റോമൻ എംപയർ അല്ലേ, റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിറ്ററേനിയൻ സീ മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ദ ഹാർട്ട് ഓഫ് റോമൻ എംപയർ അല്ല, ശ്രദ്ധിക്കണം, മെഡിറ്ററേനിയൻ സീ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം, മെഡിറ്ററേനിയൻ സീയുടെ പൊസിഷൻ എന്താണ്, ഇവിടെയാണ് വരിക കേട്ടോ. പഠിച്ചു വെക്കണം, മെഡിറ്ററേനിയൻ സീയുടെ പൊസിഷൻ ഇവിടെയാണ് വരിക, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാൻ പറയാം. അത് 2 റിവേഴ്സ് ഉണ്ട്, റിന്നും അതേപോലെ തന്നെ ഡാന്യൂബും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ളൊരു ഔട്ട്ലൈൻ വേൾഡ് മാപ്പിൻ്റെ ഇങ്ങനൊരു ഔട്ട്ലൈൻ മാപ്പാണ് നിങ്ങൾക്ക് തരാം. അതിലാണ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് റിൻ റിവർ. റിൻ റിവർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എന്ത് വരുന്നത്, റിൻ നദി. ഈ വരച്ചതാണ് എന്ത്, റിൻ നദി. ഈ വരച്ചതാണ് എന്ത്, ഡാന്യൂബ് നദി. അപ്പോൾ ഈ റിൻ നദിയുടെയും ഡാന്യൂബ് നദിയുടെയും പൊസിഷൻ ഓർത്ത് വെക്കുക, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ഏതാണ്, റോമാണ് അല്ലേ. നമുക്ക് റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു, റോം ആയിരുന്നു. റോമിൻ്റെ പൊസിഷൻ അപ്രോക്സിമേറ്റ്ലി ഇവിടെയാണ് വരുന്നത്. ശ്രദ്ധിക്കണം, റോമിൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്, അവിടെയാണ് വരുന്നത്. അടുത്തത് റോമൻ എംപയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ഏത്, അലക്സാൻഡ്രിയ. അലക്സാൻഡ്രിയ വരുന്നത് എവിടെയാണ്, ഇവിടെയാണ്. ശ്രദ്ധിക്കണം, അലക്സാൻഡ്രിയ വരുന്നത് എവിടെയാണ്, അവിടെയാണ്. അടുത്തത് കോൺസ്റ്റന്റൈൻ എസ്റ്റാബ്ലിഷ് ചെയ്ത സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു ഇത്, കോൺസ്റ്റാന്റിനോപ്പിൾ. ശ്രദ്ധിക്കണം, കോൺസ്റ്റന്റൈൻ എസ്റ്റാബ്ലിഷ് ചെയ്ത സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു ഇത്, കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പൊസിഷൻ ഇവിടെയാണ് വരിക. ഇവിടെയാണ് ആര് വരിക, കോൺസ്റ്റാന്റിനോപ്പിൾ വരിക. ഇനി ആൻറ്റിയോക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻറ്റിയോക്കിൽ ആരെ ആക്രമണം, സസാനിയൻ രാജവംശം. സസാനിയൻ രാജവംശം എന്ത് ചെയ്യാണ്, 3rd സെഞ്ചുറിയിൽ റോമൻ്റെ ഈസ്റ്റേൺ ക്യാപിറ്റൽ ആയിട്ടുള്ള ആൻറ്റിയോക്ക് ആക്രമിക്കുന്നുണ്ട്. ആ ആൻറ്റിയോക്ക് ഇവിടെയാണ് വരുന്നത്. ശ്രദ്ധിക്കണം, ആ ആൻറ്റിയോക്ക് എവിടെയാണ് വരുന്നത്, ഇവിടെയാണ് വരുന്നത്. ഇത് പഠിച്ചു വെക്കണേ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി 3ാമത്തെ പാഠം നമ്മുടെ ഒറിജിൻ ഓഫ് ഹ്യൂമൻസിൽ, അതായത് മുമ്പത്തെ നിങ്ങളുടെ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്റർ. അതിന് ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഹോമോ നിയാൻഡർതാലൻസിലെ നിയാൻഡർതാൽ മനുഷ്യന്മാരുടെ ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്, ജർമ്മനി എന്നാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ പൊസിഷൻ ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹോമോ നിയാൻഡർതാലൻസ്, നിയാൻഡർതാൽ മനുഷ്യരുടെ ഫോസിൽ കിട്ടിയ എവിടുന്നാണ്, ജർമ്മനി എന്നാണ്. ജർമ്മനിയുടെ പൊസിഷൻ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ അൽത്താമിറ കേവിൽ, അൽത്താമിറ ഗുഹ എവിടെയാണുള്ളത്, സ്പെയിനിലാണ്. സ്പെയിൻ്റെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കട്ടെ. അൽത്താമിറ ഗുഹ എവിടെയാണുള്ളത്, സ്പെയിനിലാണ്. സ്പെയിൻ്റെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത് ഏതാണ്, ഫ്രാൻസിലെ ഏതാണ്, ലാസ്കേസ് ഗുഹ അല്ലെ, ലാസ്കോക്സ് അല്ലെങ്കിൽ ലാസറേറ്റ് ഗുഹ. ലാസ്കോക്സും ലാസറേറ്റുമായിട്ടുള്ള 2 ഗുഹകൾ കാണുന്നത് എവിടെയാണ്, ഫ്രാൻസ് ആണ്. ആ ഫ്രാൻസിൻ്റെ പൊസിഷൻ ഓർത്ത് വെക്കട്ടെ, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ കെനിയയിൽ എന്തുണ്ട്, കെനിയയിലെ ഗുഹയുണ്ട്. കെനിയയിലെ ഓമോയിൽ നിന്ന് നമുക്ക് കെനിയയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കെനിയയിൽ നിന്ന് അല്ലേ, കെനിയയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഏർലി ഹ്യൂമൻസിൻ്റെ ഫോസിൽ കിട്ടുന്നത്. അപ്പോൾ കെനിയയുടെ പൊസിഷൻ ഇവിടെയാണ് വരിക. അതിന് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട്, എത്യോപ്യ. ഏർലി ഹ്യൂമൻസിൻ്റെ ഫോസിൽ കിട്ടിയൊരു സ്ഥലമാണ് ഇത്, എത്യോപ്യ. അതും ഓർത്ത് വെക്കണം. പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒൽദുവായ് ഗോർസ് അല്ലെങ്കിൽ ടാൻസാനിയ അല്ലേ. ടാൻസാനിയയിലെ ഒൽദുവായ് ഗോർസ് അല്ലെങ്കിൽ ടാൻസാനിയയുടെ പണ്ടത്തെ പേര് എന്തായിരുന്നു, ഈസ്റ്റ് ആഫ്രിക്ക എന്നാട്ടോ. ശ്രദ്ധിക്കണം, ടാൻസാനിയയുടെ പണ്ടത്തെ പേരെന്താടാ, ഈസ്റ്റ് ആഫ്രിക്ക എന്നാണ്. അപ്പോൾ ടാൻസാനിയയുടെ ഇപ്പോഴത്തെ പേരെന്താ, ഇപ്പോഴത്തെ പേര് ടാൻസാനിയ തന്നെയാണ്. അപ്പോൾ ടാൻസാനിയയിൽ ഒൽദുവായ് ഗോർസിൽ നിന്നും എന്ത് കിട്ടിയിട്ടുണ്ട്, ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടാൻസാനിയയുടെ പൊസിഷൻ ഓർത്ത് വെക്കട്ടെ. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എന്താണ്, ഏർലി ഹ്യൂമൻസിൻ്റെ ഫോസിൽ അല്ലെങ്കിൽ അവിടെ പെയിൻറ്റിങ്സ് കിട്ടിയ സ്ഥലങ്ങളാണ്. മാപ്പിൽ ഇതിൻ്റെ പൊസിഷൻ ഓർത്ത് വെക്കണം. ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, ഹോമോ നിയാൻഡർതാലിൻ്റെ ഫോസിൽ കിട്ടിയത് എവിടെയാണ്, ജർമ്മനിയിലാണ്. അതേപോലെ അൽത്താമിറ കേവ് ഉള്ളത് എവിടെയാണ്, സ്പെയിനിലാണ്. ലാസറേറ്റ് കേവ് ഉള്ളത് എവിടെയാണ്, ഫ്രാൻസിലാണ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. ഒൽദുവായ് ഗോർസ് കേവ് ഉള്ളത് എവിടെയാണ്, ടാൻസാനിയയിലാണ്. അങ്ങനെയുള്ളതിൻ്റെ പൊസിഷനും എന്ത് ചെയ്യാറുണ്ട്, തല കുത്തനെയും മാർക്ക് ചെയ്യാൻ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. 4ാമത്തെ പാഠമല്ലേ, പഴയ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്, അതേപോലെ തന്നെ കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സിലെ ഈ 2 പാഠം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരൊറ്റ പാഠമാക്കി ചേർത്തിയാണെന്ത്, കൾച്ചറൽ ഫോർമേഷൻ ദി മിഡിൽ ഏജസ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നാമത് എന്താ ചോദിക്കുക, ദമസ്കസ്. ആരുടെ ക്യാപിറ്റലായിരുന്നു ദമസ്കസ്, ആരുടെ തലസ്ഥാനമായിരുന്നു ദമസ്കസ്, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ദമസ്കസ് ആരുടെ തലസ്ഥാനമായിരുന്നു, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന 1 വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ, ഇതാണ് എന്ത്,
പൊസിഷൻ ഓർത്ത് വെക്കുക. ഡമസ്കസിന്റെ പൊസിഷനാണ്. ആരുടെ ക്യാപിറ്റൽ ആയിരുന്നു? ബാഗ്ദാദ്. ബാഗ്ദാദ് ആരുടെ ക്യാപിറ്റൽ ആയിരുന്നു? ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് എന്ത് വരിക? ബാഗ്ദാദ്. ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് എന്ത് വരിക? ബാഗ്ദാദ്. അങ്ങനെ ക്യാപിറ്റൽ വെച്ചിട്ടും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡമസ്കസിന്റെയും ബാഗ്ദാദിന്റെയും പൊസിഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്ത ഏതാടാ? മദീന. ഇവിടെയാണ് എന്ത് വരുന്നത്? മദീന വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് എന്ത് വരുന്നത്? മദീന. ആ മദീനക്ക് തൊട്ടു താഴെയായിട്ട് ആര് വരുന്നു? മക്ക വരുന്നു അല്ലേ? ശ്രദ്ധിക്കണം, മദീനക്ക് തൊട്ടു താഴെയായിട്ട് മക്ക വരുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക. പ്രവാചകനുമായിട്ട് ബന്ധപ്പെടേണ്ട സ്ഥലങ്ങളാണ്. അടുത്തത് ഖുറാസാൻ. ഖുറാസാന്റെ പ്രത്യേകത എന്താ? അബ്ബാസി റെവല്യൂഷൻ, അബ്ബാസി വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? ഇറാനിലെ ഖുറാസാനിലാണ്. അപ്പോൾ ഖുറാസാന്റെ പൊസിഷന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇറാനിലെ ഖുറാസാന്റെ പൊസിഷന് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഡമസ്കസിന്റെയും അതേപോലെ തന്നെ ബാഗ്ദാദിന്റെയും, ശ്രദ്ധിക്കണേ, ഡമസ്കസിന്റെയും ബാഗ്ദാദിന്റെയും ആരുടെ ക്യാപിറ്റലാണ്? ഡമസ്കസ് ആരുടെ തലസ്ഥാനമായിരുന്നു? ബാഗ്ദാദ് ആരുടെ തലസ്ഥാനമായിരുന്നു? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്താൽ അതൊരു വൺ വേർഡിന് ആൻസർ കൂടിയാണ്. നിങ്ങൾക്ക് ആ ആൻസർ പഠിച്ചോ ഇല്ലെന്ന് എന്ത് ചെയ്യാം? ഉറപ്പുവരുത്താം. ഇതേ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിവിലൈസേഷൻ എവിടെയുള്ള അമേരിക്കൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? അതിൽ ആരൊക്കെയുണ്ട്? ഒന്ന് ആസ്ടെക്. ആസ്ടെക് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. ശ്രദ്ധിക്കണം, ആസ്ടെക് എവിടെയാണ് വരുന്നത്? അവിടെയാണ് വരുന്നത്. ഇവിടെയാണ് എന്ത് വരിക? ആസ്ടെക്. ബി മായൻ സിവിലൈസേഷൻ. മായ സംസ്കാരത്തിന്റെ പൊസിഷൻ ഇതാണ് കേട്ടോ. ഇതാണ് എന്ത്? മായൻ സിവിലൈസേഷൻ. അടുത്തത് ഇൻകകളുടെ സിവിലൈസേഷൻ ഇതാണ് എന്ത്? ഇൻക സിവിലൈസേഷൻ. ശ്രദ്ധിക്കണം, അടുത്തേതാടാ? ഇൻക സിവിലൈസേഷൻ ആണ്. അതേപോലെ തന്നെ നിങ്ങൾ 9ാമത്തെ പാഠത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള പാഠത്തിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള പാഠത്തിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഓസ്ട്രേലിയയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആര്? ഓസ്ട്രേലിയ. പഠിച്ചു വെക്കണം. ഇതാണ് ആര്? ഓസ്ട്രേലിയ. ഇവിടെ ആരുണ്ട്? അമേരിക്കയുണ്ട്. അമേരിക്കയുടെയും ഓസ്ട്രേലിയയും പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആസ്ടെക്, മായ, ഇൻക ഇതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. പിന്നെ നമ്മൾ 6ാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ 6ാമത്തെയും 7ാമത്തെയും പാഠത്തിൽ നിന്ന് 3 കാര്യങ്ങളാണ് മാപ്പിൽ ചോദിക്കുക. 6th ചാപ്റ്ററിൽ നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? 3 ഓർഡേഴ്സിൽ 3 ക്രമങ്ങൾ. എവിടെയുള്ള 3 ഓർഡേഴ്സ്? ഫ്രാൻസിലുള്ള 3 ഓർഡേഴ്സിൽ. ഫ്രാൻസിലുള്ള 3 ക്രമങ്ങൾ. ആ 3 ക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ മക്കളെ. 3 ക്രമങ്ങൾ, 3 ഓർഡേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യണേ. 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ ആണല്ലോ. ആ ഫ്രാൻസിൻ്റെ പൊസിഷൻ ഇവിടെ വരുന്നത്. ആ ഫ്രാൻസിൻ്റെ പൊസിഷൻ ഏതാണ്? ഇതാണ് കേട്ടോ ഫ്രാൻസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 7ാമത്തെ പാഠത്തിൽ റിനൈസൻസ്, നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റലിയെ കുറിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. ആ ഇറ്റലിയുടെ പൊസിഷൻ ക്രാഡിൽ ഓഫ് റിനൈസൻസ് അല്ലെ, നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ നിന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മൾ ഇറ്റലിയാണ്. ആ ഇറ്റലിയുടെ പൊസിഷൻ വരുന്നത് എവിടെയാടാ? ഇവിടെയാണ്. അടുത്തത് നമ്മൾ അടുത്ത ചാപ്റ്ററിലെ ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പാഠത്തിൽ മൊത്തം പഠിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഇംഗ്ലണ്ടിനെ കുറിച്ചിട്ടാണ്. അവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ വ്യവസായവൽക്കരണം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇവിടെയാണ് ആര് വരിക? ഇംഗ്ലണ്ട്. ഇതാണ് എന്ത്? ഈ ഒരു ഐലൻഡ് ആണ് ഇത്. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ടോ. ഇംഗ്ലണ്ട്, UK അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഐലൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും പൊസിഷൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ അവസാനത്തെ ചാപ്റ്ററിൽ നമുക്ക് ചൈനയും ജപ്പാനും പഠിക്കാനുണ്ട് അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് ചൈനയാണ്. ഇവിടെയാണ് അപ്രോക്സിമേറ്റ്ലി ആര് വരിക? ചൈന. ഇതാണ് ആരുടെ പൊസിഷൻ? ചൈനയുടെ പൊസിഷൻ. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഐലൻഡ് ഗ്രൂപ്പ്. ചൈനയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഐലൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. ചൈനയുടെ ഭാഗത്തായി കാണുന്ന ഈ ഒരു ഐലൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? ജപ്പാൻ. എന്താണ് വിളിക്കുക? ജപ്പാൻ എന്നാട്ടോ. ചൈനയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണുന്ന ഈ ഒരു ഐലൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? ജപ്പാൻ. എന്താണ് വിളിക്കുക? ജപ്പാൻ ആട്ടോ. അപ്പോൾ ചൈനയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ഐലൻഡ് ഗ്രൂപ്പ് ഇട്ടത് ഈ ഒരു മാപ്പ് നോക്കുകയാണ്. ഈ ഒരു ഐലൻഡ് ഗ്രൂപ്പ് കണ്ടോ? ഈ ഐലൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? ജപ്പാൻ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എളുപ്പം എന്ത് ചെയ്യും? 5ാമത്തെ പാഠം നിങ്ങൾ കുറിച്ച് പഠിക്കുന്നുണ്ട്? മംഗോളിയെ കുറിച്ച് പഠിക്കുന്നില്ല, ചെങ്കിസ് ഖാനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ മംഗോളിയയുടെ പൊസിഷൻ ഇവിടെ വരിക. ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് ആരുടെ പൊസിഷൻ വരിക? മംഗോളിയയുടെ പൊസിഷൻ വരിക. അതേ ഭാഗത്ത് നിങ്ങൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് എന്തിൻ്റെ പൊസിഷൻ വരിക? റഷ്യ. എന്തിൻ്റെ പൊസിഷൻ വരിക? റഷ്യയുടെ പൊസിഷൻ വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇതിലുള്ള ഏതെങ്കിലും 4 കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക? എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഒത്തിരി കൺഫ്യൂസിംഗ് ആണ്, അല്ലെങ്കിൽ ഇത്തിരി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു തരാം. ദ ക്യാപിറ്റൽ ഓഫ് അബ്ബാസിഡ്സ് അല്ലേ, അല്ലെങ്കിൽ ദ ക്യാപിറ്റൽ ഓഫ് ഉമയ്യിഡ്സ് അല്ലേ, അല്ലെങ്കിൽ ദ പ്ലേസ് വേർ അബ്ബാസി റെവല്യൂഷൻ ഒക്കെ എടുത്ത് അബ്ബാസി വിപ്ലവം ആരംഭിച്ച സ്ഥലം, അങ്ങനെയൊക്കെ എന്ത് ചെയ്തേക്കാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ദ കൺട്രി ഓഫ് ലാസ്റേറ്റ് കേവ്, അല്ലെങ്കിൽ കൺട്രി ഓഫ് അൽത്താമിറ കേവ് അല്ലെ, അൽത്താമിറ ഗുഹയുടെ രാജ്യം, ലാസ്റേറ്റ് ഗുഹയുടെ രാജ്യം, അങ്ങനെയൊക്കെ എന്ത് ചെയ്തേക്കാം? എക്സാമിന് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഇത് പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് അല്ലേ. ദ സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ കോൺസ്റ്റന്റൈൻ, അത് ഏത് കൺട്രിയിലാണെന്നൊക്കെ എന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് ആയിട്ട് മാപ്പിൽ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഈ പൊസിഷൻ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ മക്കളെ, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളെ, നിങ്ങൾ +1 ഹിസ്റ്ററിയിൽ നന്നായിട്ട് ഷോ ക്വസ്റ്റ്യൻ നന്നായിട്ട് സെറ്റാക്കി വെക്കണം. ഷോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തരുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് ഹിസ്റ്ററി എക്സാം പൊളിക്കാം. +1 ഹിസ്റ്ററി എക്സാം സെറ്റാക്കാം. +1 ഹിസ്റ്ററി എക്സാം അടിപൊളിയാക്കാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം എക്സാമിന് വരട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം സെറ്റാവട്ടെ. സോ വീണ്ടും കാണാം. ലൈവിൽ കാണാം. ലൈവ് ഉണ്ട്, ആ കാര്യം മറക്കണ്ട. അപ്പോൾ ലൈവിൽ കാണാതായിരിക്കും.
ബൈ. നമ്മൾ ബേസിൽ ജോസ് പറഞ്ഞ പോലെ ലൈവ് ഉണ്ട്, ലൈക്ക് ചെയ്യണം, നോട്ടിഫൈ ഓൺ ആക്കണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനെയും കൂട്ടി വരണം. സോ ലൈവിൽ കാണാതിരിക്കും. ബൈ.